നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെനസ്വേലയിൽ ഹൃദയാഘാതം മൂലം മരിച്ചെന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ നാവികന്റെ രാകേഷ് ചൗഹാന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചപ്പോൾ ആന്തരിക അവയവങ്ങൾ കാണാനില്ല. 33 വയസ്സുകാരനായ നാവികന്റെ ശരീരം കണ്ട ബന്ധുക്കളും അതുപോലെ തന്നെ സംശയം തോന്നി ബന്ധുക്കൾ ഡോക്ടറിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഡോക്ടർമാരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു. പ്രധാന ആന്തരിക അവയവങ്ങളായ തലച്ചോറ്, ഹൃദയം, ശ്വാസകോശങ്ങൾ അടക്കമുള്ള പ്രധാന അവയവങ്ങളൊന്നും തന്നെ ശരീരത്തിലില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ആ വസ്തുത. ഉത്തർപ്രദേശ് ദേവാരിയ സ്വദേശിയായ രാകേഷിന്റെ കുടുംബമാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആരോപണമായി മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതോടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഫെഡറേഷൻ ഓഫ് സീവേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. വെനസ്വേലയിൽ നിന്ന് കൃത്യമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോ മറ്റ് വിവരങ്ങളോ നൽകാതെയാണ് മൃതദേഹം നാട്ടിലേക്ക് അയച്ചതെന്ന് സീവേഴ്സ് യൂണിയൻ തങ്ങളുടെ എക്സ് അക്കൗണ്ടുകളിൽ പറയുന്നു. ഇന്ത്യയിൽ നടത്തിയ രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടത്തിലാണ് ശരീരത്തിൽ ഒരു അവയവം പോലും ഇല്ല എന്ന വസ്തുത പുറത്തു വന്നത്. തലച്ചോറോ ഹൃദയമോ 2 ശ്വാസകോശങ്ങളോ കരളോ വൃക്കകളോ ആമാശയമോ കുടലോ ശ്വാസനാളമോ എന്നിവയെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്ത നിലയിലാണ് ആ മൃതശരീരം ലഭിച്ചിരിക്കുന്നത്. കഴുത്ത് മുതൽ അടിവയർ വരെ 22 തുന്നലുകളാണ് ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. ഒരു ചെവിയിൽ നിന്ന് അടുത്ത ചെവി വരെ തലയ്ക്ക് പിന്നിലെ 21 തുന്നലുകളും ഉണ്ടായിരുന്നു. ശരീരത്തിൽ മറ്റു പരിക്കുകളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. പ്രധാന അവയവങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തന്നെ മരണകാരണവും കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചിട്ടില്ല. ഒരു മനുഷ്യനെ ഇത്രയും മൃഗീയമായി ജീവനോട് കൂടിയാണോ ഇതൊക്കെ ചെയ്തത്, അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം ആ മൃതദേഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനാദരവായി ഇത് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓർക്കുക, ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും ആ കുടുംബക്കാർക്ക് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. തലയ്ക്ക് താഴ്പോട്ട് 22 തുന്നലും ഒരു ചെവിയിൽ നിന്ന് മറുചെവി വരെ 21 തുന്നലുമാണ് ആ ശരീരത്തിൽ ആകെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഒരു മാസത്തോളമായി മൃതദേഹം ഡീപ് ഫ്രീസറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു. 2025 നവംബറിലാണ് രാകേഷ് ചൗഹാൻ ഈ എക്സ്ഫിനിറ്റി എന്ന കമ്പനി വഴി മർച്ചന്റ് നേവി കപ്പലിൽ ജോലിക്ക് കയറിയത്. മെയ് മാസത്തിൽ രാകേഷിന് കപ്പലിൽ വീണ പരിക്കേറ്റെന്നും ചികിത്സയിലാണെന്നും പിന്നീട് മരണം സംഭവിച്ചുവെന്നുമാണ് കമ്പനി കുടുംബത്തെ അറിയിച്ചത്. കപ്പലിൽ വീണുണ്ടായ ഗുരുതര പരുക്കാണ് മരണകാരണം എന്നായിരുന്നു കമ്പനിയുടെ പ്രാഥമിക വിശദീകരണം. എന്നാൽ ഒരു മാസത്തിന് ശേഷം ജൂൺ 4-ലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. ആദ്യം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പ്രാദേശിക ഡോക്ടർമാർ വിസമ്മതിച്ചെങ്കിലും ജില്ലാ മജിസ്ട്രേറ്റിന്റെ പ്രത്യേക ഉത്തരവിലൂടെ നടത്തിയ പരിശോധനയിലാണ് അവയവങ്ങൾ മാറ്റിയ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരുന്നത്. മരണകാരണത്തെക്കുറിച്ചോ അവയവങ്ങൾ മാറ്റിയതിനെക്കുറിച്ചോ വെനസ്വേല അധികൃതരോ കമ്പനിയോ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഇന്ത്യൻ നാവികർ വിദേശങ്ങളിൽ ഇരകളാക്കപ്പെടുകയാണ് എന്നും വെനസ്വേലയിലെ ഇന്ത്യൻ എംബസി അടിയന്തരമായി ഇടപെട്ട് കുടുംബത്തിന് നീതിയും നഷ്ടപരിഹാരവും ഉറപ്പാക്കണമെന്നും ഫെഡറേഷൻ ഓഫ് സീവേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നു. അദ്ദേഹം ഒരു നാവികനിൽ ഉപരി ഒരു സാധാരണ മനുഷ്യന് പോലും കിട്ടേണ്ട പരിഗണന അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല എന്ന് വ്യക്തമാവുകയാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബഹുമാനം നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും കുടുംബം പിന്നോട്ട് മാറുന്നില്ല, മുന്നോട്ട് തന്നെയാണ്. ശക്തമായി ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ പിന്നോട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കുകയാണ്.